ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. അപ്പം ക്ഷേത്ര ദർശനം സീരീസാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ രാവിലെ തന്നെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ വേറെ എങ്ങോട്ടും ഇല്ല, നമ്മുടെ കല്ലേരി ഒപ്പപ്പങ്കാവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ്. അപ്പം നമ്മുടെ യാത്ര ഇന്ന് ഞാനുണ്ട്, അളിയനുണ്ട്, പിന്നെ 2 ചേട്ടന്മാരും കൂടെ ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം വെളുപ്പിനെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, നമ്മളൊരു 5:30 ആയപ്പോൾ റെഡിയായി, ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് തിരുവല്ലയിൽ നിന്ന് ഇറങ്ങി. ഇപ്പം അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല നേരമൊക്കെ വെളുത്ത് വന്ന് നല്ല കിടിലനൊരു ക്ലൈമറ്റും കൂടെയാണ്. ഇടയ്ക്കൊന്ന് മഴയൊക്കെ പെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ വെയിലൊക്കെ ഇങ്ങനെ പതുക്കെ വന്ന് റോഡിലൊക്കെ കണ്ടോ, കോടയൊക്കെ ഇറങ്ങി നൈസൊരു വൈബാണ് കണ്ടോ. ഉപ്പയിട്ടതൊന്നും അല്ല, ഇടയ്ക്ക് കോടയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിക്ക് ഒരു കിടിലം ക്ലൈമറ്റ് കൂടെയാണ്. അപ്പൊ കല്ലേരി ഒപ്പപ്പങ്കാവിൽ ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ ആ റൂട്ടൊക്കെ കിടന്ന് കറങ്ങിയിട്ടുണ്ട്. പിന്നെ അച്ചൻകോവിൽ പോയപ്പോഴും ഞാൻ അമ്പലം കാണിച്ചു തന്ന്. പിന്നെ അകത്ത് കയറിയിട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ പുറത്തു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇതുവരെ അകത്തൊന്നും കയറിയിട്ടില്ല. അപ്പൊ അതേ പോകുന്നതൊക്കെ നല്ല മഴക്കാറും ഉണ്ട്. നല്ല കിടിലും ഒരു ക്ലൈമറ്റ് ആകട്ടോ. നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ എത്രത്തോളം ക്ലിയർ ആവേണ്ടെന്ന് തന്നെ ഉണ്ട് കേട്ടാ. മറ്റേ വിളക്കില്, അതായത് നമ്മുടെ ട്യൂബ് ലൈറ്റ് ഒന്നും അണച്ചിട്ട് പോലുമില്ല, അതായത് വഴിവിളക്കുണ്ടല്ലോ, അതൊന്നും അണഞ്ഞിട്ട് പോലുമില്ല. ആ ഒരു നേരത്തെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ വിട്ടു പോവുമായിരുന്നു. നമ്മള് നേരത്തെ പോയി തൊഴുതിട്ട് പെട്ടെന്ന് തിരക്കില്ലാതെ തൊഴുതിട്ട് വരാം. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്, അപ്പൊ അതിന്റെ തിരക്ക് കാണും. അതുകൊണ്ട് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാമെന്നുള്ളൊരു രീതിക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 4 പേരായിട്ടാണ് പോകുന്നത് കാറില്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട്, അതായത് തിരുവല്ലയിൽ നിന്ന് 35 അടുപ്പിച്ചുണ്ട്. കണ്ടാ നമ്മൾ അച്ചൻകോവിൽ റൂട്ട് കയറിയപ്പോൾ കിട്ടിയ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് രാവിലെ നമ്മൾ ഇതുവരെ ഈ റൂട്ട് വന്നിട്ടില്ല, അതിൻ്റെ ഒരു ഇതാണോന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു ഈ ക്യാമറ കൂടെ കാണാൻ. എനിക്കത് എത്രത്തോളം കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കോടയൊക്കെ കിട്ടിയായിരുന്നു, പക്ഷെ ഞാൻ അന്നേരം വീഡിയോ എടുത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോണ വഴിക്ക് കോട കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, കിട്ടിലൊരു ആംബിയൻസ് ആണ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാട്ട് റൂട്ട് കയറി അന്നേരം തന്നെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന വഴിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം മനസ്സിലായി ഈ ഞായറാഴ്ച കൂടെ ആയത് കാരണം അതിൻ്റെ തിരക്കുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറിയപ്പോൾ മനസ്സിലായി അമ്പലത്തിലേക്കുള്ള ടീമിന്റെ തിരക്ക് എന്തായാന്ന്. ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കയറാൻ പറ്റുമോ, ഇനി ക്യൂ ഒക്കെ കിട്ടുമോ എന്ന് അറിയത്തില്ല. അല്ല, ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ആംബിയൻസും കൂടെ കാണാൻ ഒരു രക്ഷയില്ല. എന്തായാലും അമ്പലത്തിൽ എത്തട്ടെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി, വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. നല്ല തിരക്കുണ്ട്, വേണ്ട നമ്മുടെ വണ്ടി കണ്ടാ, കാർ ഇവിടം തൊട്ട് അവിടം വരെ ഉണ്ട്. അപ്പൊ നല്ല തിരക്കുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തിരക്കുണ്ട് നല്ല രീതിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിനകത്ത് കയറാം. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. കാര്യം അമ്പലത്തിന്റെ അകത്തൊക്കെ വീഡിയോ എടുക്കുന്ന ഞാൻ ഇതുവരെ അകത്ത് കയറിയില്ലാതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ കണ്ട നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ, ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കേണ്ട ആൾക്കാർ. പക്ഷെ ഈ ക്ലൈമറ്റ് കണ്ടോ നിങ്ങള്, ഒരു രക്ഷയില്ല. കാര്യം ഈ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല രസം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ കുരങ്ങന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുണ്ട്. ഇവിടെ ഫുള്ളാ കുരങ്ങന്മാരുണ്ട്. നമ്മൾ ആ റോഡിൽ വന്നാലും കുരങ്ങന്മാരെ കാണാം, ഇവിടെയും കുരങ്ങന്മാരുണ്ട്. ഞാൻ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതേ മരത്താരൊക്കെ ഇരിപ്പുണ്ട് കുരങ്ങന്മാര്. പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു ആംബിയൻസ് കൂടിയാണ്. പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുവാണെങ്കിൽ നല്ല രാവിലെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് വേറൊരു പോസിറ്റീവ് എനർജിയാണ്. കണ്ടോ, നമ്മളപ്പം അവിടെ കുറച്ചു നേരമൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് നമ്മുടെ അച്ചൻകോവിലാർ ആണ് ഈ ഒഴുകണത്. നമ്മളന്ന് നമ്മുടെ ഇവിടെ പോയ അച്ചൻകോവിൽ റൂട്ട് കയറിയപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന അച്ചൻകോവിലാർ ഒഴുകുന്നുണ്ടെന്ന്. അത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ ആ അച്ചൻകോവിൽ റൂട്ട് കയറുമ്പോഴും കാണുന്നത്. ആ സാധനം തന്നെയാണ്. ഇവിടെ ആന വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ അല്ലെങ്കിലും കുറച്ചപ്പുറത്ത് മാറിയാണ്ട് ഇറങ്ങുന്നത് കേട്ടോ. അതിന്റെ മുകളിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതിന്റെ പേരെന്താ എനിക്കറിയാൻ കമന്റ് ചെയ്ത് കേട്ടോ. നല്ല രസമുണ്ട് അതിന്റെ സൗണ്ട് ഒക്കെ. പിന്നെ ഈ ഒരു ആംബിയൻസും ഈ ഒരു ടൈമിന്റെ ആണെന്ന് എനിക്കറിയത്തില്ല, ഒരു രക്ഷയില്ല. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്ക് ഒരു വൈബാണ് ഇതിനകത്തോട്ട് കയറിയപ്പോൾ തൊട്ട്. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഈ ഒരു സമയമായതുകൊണ്ട്, ഞായറാഴ്ചത്തെ സമയവും പിന്നെ രാവിലെയൊക്കെ ആയതുകൊണ്ട് തിരക്കുണ്ട്. പിന്നെ ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അത് എത്ര മണിക്കാണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ അവിടെ മറ്റേ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
അത് എല്ലാ ദിവസവും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമില്ല. കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് കയറണം. പുറത്ത് നിന്ന് കണ്ടിട്ടുള്ള കാഴ്ചകളേ ഉള്ളൂ. അകത്തൊക്കെ കയറുന്ന ഇപ്പോഴാണ്. നമ്മൾ വന്നിങ്ങനെ പോകത്തേ ഉള്ളൂ ഗൈസ്. അപ്പം ഇത് എന്തോ ഒരു സാധനമാണ്, എന്തോ ഒരു വഴിപാടാണ് നമ്മളിവിടെ വരുമ്പോൾ ഇരിക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസും ആ ഒരു ടൈമിൻ്റെ ആണോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആംബിയൻസും പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഫുള്ളങ്ങ് ഒരു പോസിറ്റീവ് എനർജി. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ അമ്പലത്തിലൊന്ന് വന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ടത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിപാടും കാര്യങ്ങളും. അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഒരു രക്ഷയില്ല, നല്ല തിരക്കുമുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ആകും. കാര്യം ഞാൻ കുറച്ചു നേരം നിന്ന് അങ്ങനെ ഇവിടെയൊക്കെ കറങ്ങി വന്നപ്പോഴത്തേക്കും ഫുള്ള് പോണേ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വന്നപ്പോഴേനൊക്കെ കൂടുതൽ തിരക്ക് ഇപ്പോൾ കൊണ്ട് കണ്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് പുറത്തോട്ട് പോവുകയാണ്, ഇറങ്ങുവാണ്. കാര്യം വലിയ പരിപാടിയൊന്നുമില്ല, തൊഴുത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നിങ്ങളെന്തായാലും വരുവാണെങ്കിൽ വന്ന് നോക്കുക. പക്ഷെ അവധി ദിവസമൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ നല്ല തിരക്കുണ്ട്. പക്ഷെ തൊഴാനൊക്കെ പറ്റും, അങ്ങനെ വേറെ സീനൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു കിട്ടില്ല തന്നെ ഒരു എനർജിയും ഒരു പോസിറ്റീവ് വൈബുമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, വേറെ ലെങ്ത് ഒന്നുമില്ല, വേറെ കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക.